ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സാണ്. അതിൽ ഞാൻ പേര് കൊടുത്തേക്കുന്നത് സെക്ഷൻ ക്ലാസ് എന്നാണ്. കാരണം നമ്മൾ നോക്കുന്നത് നമ്മുടെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കുകളിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസുകൾ എങ്ങനെയാണ് ചോദ്യം വരുന്നത്, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ള സെക്ഷൻസാണ്. നമ്മൾ പല സോഴ്സിൽ നിന്ന് നമ്മളെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. ടൈം കളയേണ്ട, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനെന്നും പറയുന്നത് പോലെ പഠിക്കുന്നവർ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു പേപ്പറും പേനയുമായിട്ട് മാത്രം ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ടൈം കളയുന്നില്ല. ഒന്നാമത്തെ ചോദ്യം: പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പാണത് പറയുന്നത്? ഏതാണ്? സെക്ഷൻ 47 സെക്ഷൻ അല്ല, ആർട്ടിക്കിൾ 47. അപ്പോൾ പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും അല്ലെങ്കിൽ ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? നമ്മൾ ഭരണഘടന എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പഠിക്കുന്നവർക്ക് അറിയാവുന്ന ഏതാണ്? സെക്ഷൻ 47. സെക്ഷൻ 47. അടുത്ത്, പൊതു സ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 21. അപ്പോൾ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്ട് സെക്ഷൻ 21. അപ്പോൾ ഒന്നുകൂടി പറയാം, പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. സെക്ഷൻ എന്ന് പറയുന്നത് മാറിപ്പോയതാണ്. ഏതാണ്? ആർട്ടിക്കിൾ 21. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത്, അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാൻ ഒരു മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 50. ഒന്നുകൂടി പറയാം, അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കുവാനുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന നമ്മുടെ അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 50. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 50. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോയിട്ട് നമുക്ക് ലാസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടി വരാം. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം: ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 50 ക്ലോസ് എ ആണ്. അപ്പോൾ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണടാ? സെക്ഷൻ 50 ക്ലോസ് എ ആണ്. അപ്പോൾ നമുക്ക് ഒരു റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 50 ക്ലോസ് എ ആണ്. അടുത്ത ചോദ്യം: മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 51. അപ്പോൾ നമ്മുടെ മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കുവാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 51. അപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ സാക്ഷികളെ ഹാജരാക്കുവാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള ഒരു അധികാരം കാണുമല്ലോ, ആ ഒരു അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 51. അധികാര പരിധി 51, അബ്കാരി ഇൻസ്പെക്ടർ. അടുത്ത ചോദ്യം: പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാര പരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ ഒരു പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ സാധിക്കുകയില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 52. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാരപരിധിയുള്ള
ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ സാധിക്കുകയില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണടാ? സെക്ഷൻ 52. സെക്ഷൻ 52 എത്ര? 24 മണിക്കൂർ പറയുന്നത് സെക്ഷൻ 52. അടുത്തത്, പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 53 ക്ലോസ് ബി ആണ്. അപ്പോൾ പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 53 ക്ലോസ് ബി ആണ്. പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 53 ക്ലോസ് ബി ആണ്. ക്ലോസ് ബി ആണ്. അടുത്ത ചോദ്യം, മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത്. ഇറക്കുമതി നമ്മളിതൊക്കെ പഠിച്ചാണ്. ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 6 ആണ്. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 6 ആണ്. സെക്ഷൻ 6 ഇറക്കുമതി. സെക്ഷൻ 6 ഇറക്കുമതി. അടുത്ത്, മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് കയറ്റുമതി ഏതാണ്? സെക്ഷൻ 7. ഇറക്കുമതി സെക്ഷൻ 6, കയറ്റുമതി സെക്ഷൻ 7. മനസ്സിലായല്ലോ. അടുത്ത്, ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ആണ്. അപ്പോൾ ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8. അടുത്ത്, പൊതുസ്ഥലത്തെ പുകവലിയെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? കോട്ട്പാ നിയമത്തിലെ സെക്ഷൻ 4 ആണ്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ് ഭരണഘടനയിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോട്ട്പാ നിയമത്തിൽ പൊതുസ്ഥലത്തെ പുകവലിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 4 ആണ്. കോട്ട്പാ നിയമത്തിൽ പൊതുസ്ഥലത്തെ പുകവലിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 4. അടുത്ത്, സെക്ഷൻ 4 വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കുമുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 21 ആണ്. അപ്പോൾ സെക്ഷൻ 4 കോട്ട്പാ ആക്ട് സെക്ഷൻ 4 വ്യവസ്ഥകൾ ലംഘിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? കോട്ട്പാ ആക്ട് സെക്ഷൻ 21 പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 ആണ്. അപ്പോൾ സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പരസ്യ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണടാ? സെക്ഷൻ 5 ആണ്. പരസ്യ നിരോധനം കോട്ട്പാ നിയമത്തിൽ പറയുന്നത് ഏതാണ്? സെക്ഷൻ 5. അടുത്ത്, സെക്ഷൻ 5 വ്യവസ്ഥകൾ ലംഘിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 22 ആണ്. അപ്പോൾ സെക്ഷൻ 5 വ്യവസ്ഥകൾ ലംഘിച്ചാൽ കോട്ട്പാ ആക്ട് പ്രകാരം ശിക്ഷ ലഭിക്കും. ആ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 22 ആണ്. അടുത്ത ചോദ്യമാണ്, 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിന്മേലുള്ള നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 6 ആണ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഒരു ആൾക്ക് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിന്മേലുള്ള നിരോധനത്തെക്കുറിച്ച് പറയുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് സെക്ഷൻ 6 ആണ്. 18 വയസ്സിന് താഴെ 18 വയസ്സിന് താഴെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 6 ആണ്.
നമുക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ചെറിയൊരു കോഡൊക്കെ ആയിട്ട് ഇങ്ങനെ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ്? സെക്ഷൻ 6 കോട്ട്പാ നിയമത്തിൽ സെക്ഷൻ 6. അടുത്ത് 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 24. അപ്പോൾ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 24 പറയുന്നത്. അപ്പോൾ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? അതാണ് സെക്ഷൻ 24. ഒന്നുകൂടി പറയാം. 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? അതാണ് സെക്ഷൻ 24. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനത്തെക്കുറിച്ച് പരാമർശിപ്പിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 6B ആണ്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 6B ആണ്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 6B ആണ്. സെക്ഷൻ 6 വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 24. അപ്പോൾ സെക്ഷൻ 6 വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 24. അപ്പോൾ ഇത്രയും വീഡിയോ നമ്മുടെ ഈ ഒരു ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും നമുക്ക് അതെനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പഠിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു എന്ന് ഓർത്തോളണം. മനസ്സിലായല്ലോ? പഠിച്ചത് ഒരു 30% 40% ആയിട്ടുള്ളൂ, ഇനിയും പഠിക്കണം. ഓക്കെ, അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പോട്ടെ. സെക്ഷൻ 6 വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 24. അടുത്ത ചോദ്യം, സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിൽ മേലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 7. അപ്പോൾ സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിൽ മേലുള്ള നിയന്ത്രണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 7. അപ്പോൾ ഒന്നുകൂടി പറയാം. സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിലുള്ള നിയന്ത്രണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 7. അടുത്ത ചോദ്യമാണ്, സിഗരറ്റുകളുടെയോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8. അപ്പോൾ നമ്മുടെ സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കറ്റിലെ ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, അതെങ്ങനെയായിരിക്കണമെന്ന് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8. സിഗരറ്റ് അതിൻ്റെ ആ ഒരു പാക്കറ്റിലെ മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം എന്ന് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8. സിഗരറ്റുകളിലോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളിലോ ഉപയോഗിക്കുന്ന ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഭാഷ 9 ഭാഷയെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ സിഗരറ്റുകളിലോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കേജുകളിലോ അല്ലെങ്കിൽ ലേബലുകളിലോ ഉപയോഗിക്കുന്ന ഭാഷയെപ്പറ്റി പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 9. ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മിച്ച് നിൽക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഭാഷയെപ്പറ്റി പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 9. അടുത്ത്, നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെയും മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ച് അവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 20. അപ്പോൾ നമ്മുടെ നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെയും
മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ച് അവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെയും കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 20 ആണ്. അപ്പോൾ അടുത്ത ചോദ്യം, മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 11 ആണ്. ഇപ്പോൾ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാടാ? അതാണ് സെക്ഷൻ 11. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 11 ആണ്. അടുത്ത ചോദ്യം, കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 15 ആണ്. അപ്പോൾ നമ്മുടെ കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 15 ആണ്. ഒന്നുകൂടി, കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 15 ആണ്. അടുത്ത്, കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 21 ആണ്. അപ്പോൾ കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 21 ആണ്. അപ്പോൾ കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 21 ആണ്. അടുത്ത ചോദ്യമാണ്, അബ്കാരി നിയമത്തിൽ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്ട്? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. ചാരായത്തിന് നിർവചനം 3 ക്ലോസ് 6A ആണ്. അടുത്ത്, അബ്കാരി ആക്ടിൽ കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 8 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി ആക്ടിൽ കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 8 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 8 ആണ്. കള്ള് സെക്ഷൻ 3 ക്ലോസ് 8. അടുത്ത്, അപ്പോൾ നമ്മുടെ അബ്കാരി ആക്ടിൽ സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 9 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 9 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 9 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 9 ആണ്. സെക്ഷൻ 3 ക്ലോസ് 9 ആണ്. അടുത്ത്, അബ്കാരി ആക്ടിൽ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 10 ആണ്. നമ്മുടെ 3 ക്ലോസ് 10 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 10 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 10 ആണ്. മദ്യം സെക്ഷൻ 3 ക്ലോസ് 10. അടുത്ത്, അബ്കാരി ആക്ടിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 11. അപ്പോൾ അബ്കാരി നിയമത്തിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 11. അപ്പോൾ അബ്കാരി നിയമത്തിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. അടുത്ത്, അബ്കാരി ആക്ടിൽ നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 12 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 12 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 12 ആണ്. നാടൻ മദ്യം 3 ക്ലോസ് 12. അടുത്ത്,
അബ്കാരി ആക്ടിൽ വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13 അപ്പോൾ നമ്മുടെ അബ്കാരി ആക്ടിൽ വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 13 വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 13 ഇതിലെ അബ്കാരി നിയമത്തിൽ. അടുത്ത അബ്കാരി നിയമത്തിൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 13A ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13A ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13A ആണ്. വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് അബ്കാരി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പ് ഏതാണ്? വിദേശ നിർമ്മിത വിദേശ മദ്യം, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, സെക്ഷൻ 3 ക്ലോസ് 13A ആണ്. അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് അബ്കാരി ആക്ടിലെ നിർവചനം ഏത് സെക്ഷനാണ്? സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് അബ്കാരി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. അപ്പോൾ അബ്കാരി ആക്ടിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 3 ക്ലോസ് 13B. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. അടുത്ത് ബോണ്ടഡ് വെയർ ഹൗസുകളെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 2B ആണ്. ബോണ്ടഡ് വെയർ ഹൗസ് 2B ആണ്. അപ്പോൾ ബോണ്ടഡ് വെയർ ഹൗസുകളെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 2B ആണ്. ബോണ്ടഡ് വെയർ ഹൗസുകൾ സെക്ഷൻ 3 ക്ലോസ് 2B. സെക്ഷൻ 3 ക്ലോസ് 2B ആണ് ബോണ്ടഡ് വെയർ ഹൗസുകൾ. ബോണ്ടഡ് വെയർ ഹൗസ് സെക്ഷൻ 3 ക്ലോസ് 2B ബോണ്ടഡ് വെയർ ഹൗസ്. ഓക്കെ. അടുത്ത് കലർത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് കലർത്തൽ എന്താണ്? 3 ക്ലോസ് 5 ആണ്. 3 ക്ലോസ് 5. അപ്പോൾ നമ്മുടെ കലർത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 5 ആണ്. കലർത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 5. കലർത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 5. കലർത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 5. കലർത്തൽ സെക്ഷൻ 3 ക്ലോസ് 5 ആണ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, അബ്കാരി ഇൻസ്പെക്ടറെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് നമ്മുടെ സെക്ഷൻ 3 ക്ലോസ് 6 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടറെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്ടാ? അത് നമ്മുടെ സെക്ഷൻ 3 ക്ലോസ് 6 ആണ്. അടുത്ത ചോദ്യം, തടവ് ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 7 ആണ്. അപ്പോൾ തടവ് ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 7 ആണ്. തടവ് ശിക്ഷ സെക്ഷൻ 3 ക്ലോസ് 7 ആണ്. അടുത്ത് ലഹരി മരുന്നുകളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏത് വകുപ്പാണ് ലഹരി മരുന്നുകളെക്കുറിച്ച് പരാമർശിക്കുന്നത്? സെക്ഷൻ 3 ക്ലോസ് 14 ആണ്. അപ്പോൾ ലഹരി മരുന്നുകളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 14. ലഹരി മരുന്നുകളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്ടത്? സെക്ഷൻ 3 ക്ലോസ് 14 ആണ്. അടുത്ത ചോദ്യം, വിൽപ്പനയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണത്? സെക്ഷൻ 3 ക്ലോസ് 15 ആണ്. അപ്പോൾ വിൽപ്പനയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 15 ആണ്. ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 15 ആണ്. അടുത്ത് ഇറക്കുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. അപ്പോൾ ഏത് അബ്കാരി നിയമത്തിലെ വകുപ്പിലാണ് ഇറക്കുമതിയെക്കുറിച്ച് പറയുന്നത്? ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 16 ആണ്.
നമ്മൾ സെക്ഷൻ 6 പറഞ്ഞു, സെക്ഷൻ 7 പറഞ്ഞു. എന്താണ്? ഇറക്കുമതി സെക്ഷൻ 6, കയറ്റുമതി സെക്ഷൻ 7. ഏതിൻ്റെ? മദ്യത്തിൻ്റെ ഇറക്കുമതി, മദ്യത്തിൻ്റെ കയറ്റുമതി. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ അബ്കാരി നിയമത്തിൽ ഇറക്കുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6 ആണ്. ഇറക്കുമതിയെക്കുറിച്ച് അബ്കാരി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6. സെക്ഷൻ 3 ക്ലോസ് 6 ആണ്. അടുത്ത ചോദ്യം, കയറ്റുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 3 ക്ലോസ് 17 ആണ്. അപ്പോൾ കയറ്റുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 17 ആണ്. കയറ്റുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 3 ക്ലോസ് 17. അടുത്ത്, ട്രാൻസിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 17A ആണ്. അപ്പോൾ ട്രാൻസിറ്റിനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 17A ആണ്. ട്രാൻസിറ്റ് 3 ക്ലോസ് 17A. ട്രാൻസിറ്റ് സെക്ഷൻ 3 ക്ലോസ് 17A. ട്രാൻസിറ്റ് സെക്ഷൻ 3 ക്ലോസ് 17A. ട്രാൻസിറ്റ് സെക്ഷൻ 3 ക്ലോസ് 17A ആണ്. അടുത്ത്, സ്വന്തം ഉപയോഗത്തിന് സംഭരിച്ചിട്ടുള്ള മദ്യത്തിൻ്റെ ലൈസൻസിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 13 ക്ലോസ് 1 ആണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് സംഭരിച്ചിട്ടുള്ള മദ്യത്തിൻ്റെ ലൈസൻസിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് 1 ആണ്. സ്വന്തം ഉപയോഗത്തിൻ്റെ മദ്യത്തിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 13 ക്ലോസ് 1 ആണ്. മനസ്സിലായല്ലോ? അടുത്ത്, വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് 2 ആണ്. ഇപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന നമ്മുടെ അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് 2 ആണ്. ഇപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് 2 ആണ്. അടുത്ത്, മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് A ആണ്. അപ്പോൾ നമ്മുടെ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് A ആണ്. സെക്ഷൻ 13 ക്ലോസ് A ആണ്. അടുത്ത്, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃത കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 55 ആണ്. അപ്പോൾ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായിട്ടുള്ള കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55 ആണ്. അപ്പോൾ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായ കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55 ആണ്. ഓക്കെ, സെക്ഷൻ 55. അടുത്ത ചോദ്യം, വ്യാജരേഖകൾ നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55 ക്ലോസ് G ആണ്. അപ്പോൾ നമ്മൾ വ്യാജമായ രേഖകൾ നിർമ്മിക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55 ക്ലോസ് G ആണ്. വ്യാജരേഖകൾ 55 ക്ലോസ് G, 55G. ഓക്കെ. അടുത്ത്, നിയമപരമല്ലാത്ത പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 55H ആണ്. അപ്പോൾ നിയമപരമല്ലാത്ത പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 55H ആണ്. അപ്പോൾ നിയമപരമല്ലാത്ത പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? 55 ക്ലോസ് H. പരസ്യങ്ങളെക്കുറിച്ച്, നിയമപരമല്ലാത്ത പരസ്യങ്ങളുടെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55 ക്ലോസ് H. അടുത്ത ചോദ്യം,
തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 55 I ആണ്. അപ്പോൾ നമ്മുടെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55 I ആണ്. ഏതാണ്? സെക്ഷൻ 55 ക്ലോസ് I ആണ്. 55 ക്ലോസ് I ആണ്. അടുത്ത്, ലൈസൻസ് കൈവശം വച്ചിരിക്കുന്ന വ്യക്തിയുടെ ദുർനടത്തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 56 ആണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ ലൈസൻസ് ഉണ്ട്, ആ വ്യക്തിയുടെ ദുർനടത്തങ്ങളെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 56 ആണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കുവാനുമുള്ള അധികാരമുള്ളത് ആർക്കെല്ലാമാണ് എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 56 ക്ലോസ് A ആണ്. അപ്പോൾ നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാനും അവ കൈവശം വയ്ക്കുവാനുള്ള അധികാരം ഉള്ളത് ആർക്കെല്ലാമാണ് എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 56 ക്ലോസ് A ആണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 56A ക്ലോസ് 2 ആണ്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 56A ക്ലോസ് 2. മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? സെക്ഷൻ 56A ക്ലോസ് 2ലാണത് പറയുന്നത്. അടുത്ത്, അനധികൃതമായി മദ്യം കൈവശം വയ്ക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 58 ആണ്. അപ്പോൾ അനധികൃതമായി മദ്യം കൈവശം വയ്ക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 58. മനസ്സിലായല്ലോ? അടുത്ത്, സെക്ഷൻ 58 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 58 ക്ലോസ് B ആണ്. അപ്പോൾ നമ്മൾ സെക്ഷൻ 58 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 58B ആണ്. അപ്പോൾ 58 പ്രകാരം പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ വിൽപ്പന നടത്തിയാൽ അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 58 ക്ലോസ് B ആണ്. അടുത്ത്, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണ്. അപ്പോൾ മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 12. ഇപ്പോൾ മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണ്. മനസ്സിലായല്ലോ? അടുത്ത്, മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് എന്താണ്? സെക്ഷൻ 12A ആണ്. ഇതിൽ പറയുന്നത് മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 12A ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും നിർമ്മാണം നിരോധിച്ചിരിക്കുന്നത് സെക്ഷൻ 12ഉം മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12A ആണ്. അടുത്ത്, നിർമ്മാണ വേളയിൽ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗവും അവ കൈവശം വയ്ക്കാവുന്ന അളവിനെയും പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 12B ആണ്. അപ്പോൾ നിർമ്മാണ വേളയിൽ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗവും അവ കൈവശം വയ്ക്കാവുന്നതിൻ്റെ അളവിനെയും പറ്റി പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 12B ആണ്. ഏതാണ്? സെക്ഷൻ 12B ആണ്. അടുത്ത്, ഹോൾസെയിൽ റീറ്റെയിൽ മദ്യവിൽപ്പനക്കാർക്കും
മദ്യനിർമ്മാതാക്കൾക്കും പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 18A ആണ്. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ റീറ്റെയിലും മദ്യവിൽപ്പനക്കാർക്കും മദ്യനിർമ്മാതാക്കൾക്കും പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 18A എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഹോൾസെയിൽ റീറ്റെയിൽ മദ്യവിൽപ്പനക്കാർക്കും മദ്യനിർമ്മാതാക്കൾക്കും പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അതാണ് നമ്മുടെ സെക്ഷൻ 18A എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, സെക്ഷൻ 18A ആണ്. അടുത്ത്, മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷകളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 64A ആണ്. അപ്പോൾ നമ്മുടെ മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി നൽകിയാൽ, എന്താണ്, അനധികൃതമായിട്ട് ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 64A പറയുന്നത്. അടുത്ത ചോദ്യം, പൊതുസ്ഥലത്തെ പുകവലിയെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? നമുക്കറിയാം, സെക്ഷൻ 4 ആണ്. അപ്പോൾ പൊതുസ്ഥലത്തെ പുകവലിയെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കുമുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്? സെക്ഷൻ 21 ആണ്. ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ലൈഡ് മാറ്റി റിപ്പീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 4 വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കുമുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 21 ആണ്. അടുത്ത്, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 5 ആണ്. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? അതാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. അടുത്ത്, സെക്ഷൻ 5 വ്യവസ്ഥകൾ ലംഘിക്കുമ്പോൾ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 22 ആണ്. അപ്പോൾ സെക്ഷൻ 5 വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത്? സെക്ഷൻ 22 പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത്. അടുത്ത്, 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റോ അല്ലെങ്കിൽ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിൽ മേലുള്ള നിരോധനത്തെക്കുറിച്ച് പറയുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 6 ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, റിവിഷനായിട്ടൊന്ന് പറഞ്ഞാണ്, മനസ്സിലായല്ലോ. അപ്പോൾ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾക്ക് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിന്മേലുള്ള നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 6 ആണ്. 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 24 ആണ്. അപ്പോൾ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 24 ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 6B ആണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 6B ആണ്. സെക്ഷൻ 6B ആണ്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 6B ആണ്. അടുത്ത്, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്? സെക്ഷൻ 5 ആണ്. അപ്പോൾ നമ്മുടെ പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 ആണ്. സെക്ഷൻ 6 വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതായിരിക്കും? സെക്ഷൻ 24 തന്നെയാണ്. അപ്പോൾ സെക്ഷൻ 6 വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 24 ആണ്. സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം, വാണിജ്യം, കച്ചവടം എന്നിവയിന്മേലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് അത് സെക്ഷൻ 7 ആണ്. അപ്പോൾ സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം,
കച്ചവടം, വാണിജ്യം എന്നിവയിലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്ട? അതാണ് സെക്ഷൻ 7. അടുത്ത്, സിഗരറ്റുകളുടെയോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8 ആണ്. ഇപ്പോൾ സിഗരറ്റുകളുടെയോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കറ്റിൽ നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ, എങ്കിലും പിന്നെയും പറയുന്നതാണ്. പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8. പാക്കറ്റിലെ മുന്നറിയിപ്പ് സെക്ഷൻ 8. പാക്കറ്റിലെ മുന്നറിയിപ്പ് സെക്ഷൻ 8 ആണ്. അടുത്ത്, സിഗരറ്റുകളിലോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കേജുകളിലെ ലേബലുകളിൽ ഉപയോഗിക്കുന്ന ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 9 ആണ്. ഇപ്പോൾ ഇത് സെക്ഷൻ 9 പറയുമ്പോൾ നമ്മൾ പുകയില ഒരു പാക്കേജ് വിചാരിക്കുക, ആ പാക്കേജിൽ ഭാഷകളെ പറ്റി പരാമർശിക്കുന്ന ഭാഗത്ത് ഒരു 9 ഉണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായില്ല? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളെ സിഗരറ്റുകളിലോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കേജുകളിൽ ആ ഒരു ലേബലുകളിൽ ഉപയോഗിക്കുന്ന ഭാഷയെപ്പറ്റി പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 9 ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതുമാണ്. അടുത്ത്, നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെയും മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ച് ഇവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് അത് നമ്മുടെ സെക്ഷൻ 20 ആണ്. അപ്പോൾ നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെയും മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ച് അവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് അതാണ് നമ്മുടെ സെക്ഷൻ 20 എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെയും മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ച് അവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 20 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് പിന്നെയും നമ്മൾ റിപ്പീറ്റാണ്. ഏതാണ്? സെക്ഷൻ 5 ആണ്. അപ്പോൾ റിപ്പീറ്റ് വരുന്നത് ഒരു കുഴപ്പമില്ല. പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിച്ചു പോകാം. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കോട്ട്പാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 ആണ്.